കേരളത്തിന്റെ ഐക്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ആർക്കും ഇനി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിനൊപ്പമാണോ എന്ന ചോദ്യത്തിൽ ഒപ്പം നിന്നില്ലെങ്കിൽ നിൽക്കാത്തവർ ഒറ്റപ്പെടും എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടാകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു മാറ്റത്തിൻ്റെതായ ലക്ഷണം കാണുന്നുണ്ട്. അത് സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ട്രേഡ് യൂണിയനുകളും അവരും പങ്കെടുത്തിരുന്നു. അവരുടെ നല്ല പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് ഏത് വന്നു, ഓരോ കമ്പനി ചിലപ്പോൾ ഇതിലൊക്കെ ചില ഏതെങ്കിലും പ്രശ്നമുള്ള കമ്പനിയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം. അതൊക്കെ നമ്മൾ ഈ പരിശോധന കഴിഞ്ഞിട്ട് അറിയുള്ളൂ. നടത്താൻ കഴിയുന്ന എല്ലാ വ്യവസായങ്ങൾക്കും നമ്മൾ പിന്തുണ. സമൂഹത്തിൽ വേണ്ട എത്ര പ്രശ്നമുണ്ട്. ഇപ്പോൾ പരാതി വന്നാൽ ഉടൻ ചാനലിൽ പോണ്ട, മന്ത്രിയെ കാണണ്ട. സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം ഉണ്ട്. അതിലേക്ക് പരാതി അപ്ലോഡ് ചെയ്താൽ മതി. ഏത് വകുപ്പിന്റെ ആണെങ്കിലും 30 ദിവസത്തിനകം അവർ തീരുമാനം എടുത്തിരിക്കണം. മാൻഡേറ്ററിയാണ്, നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി. ആ തീരുമാനം ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും 15 ദിവസത്തിന് നടപ്പിലാക്കിയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സെഷൻസ് എല്ലാം നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഒന്നും കേൾക്കാൻ ഒരു അവസരം കിട്ടിയില്ല. പക്ഷെ വളരെ പങ്കെടുത്തവരും കേട്ടവരും ഏറ്റവും മികച്ച സെഷനുകളായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അതെല്ലാം നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഇതിന്റെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന രൂപത്തിൽ ആ സെഷനുകൾ, അതിന്റെ വീഡിയോ, സ്പീച്ച് എല്ലാം തന്നെ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പോളിസി കൂടി പ്രസിദ്ധപ്പെടുത്താനുണ്ട്. ഇപ്പോൾ എക്സ്പോർട്ടും ലോജിസ്റ്റിക്കൊക്കെ വന്നു. മറ്റു പോളിസികളും ഇതിനു മുൻപായി നടത്തണമെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ആകെ ഇതിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പല വകുപ്പുകൾ കറങ്ങി വരാൻ, അതിന്റെ പുറകെ നിൽക്കാൻ, നിർത്തി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത്തരത്തിലുള്ള പോളിസികളെല്ലാം നമുക്കൊരു 2 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി പറഞ്ഞ ഫ്രെയിം വർക്കുകളും പോളിസികളും പ്രസിദ്ധപ്പെടുത്താമെന്നാണ് കണക്കാക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, എല്ലാവരും ചേർന്നിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ഐക്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ആർക്കും ഇനി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിനൊപ്പമാണോ എന്ന ചോദ്യത്തിൽ ഒപ്പം നിന്നില്ലെങ്കിൽ നിൽക്കാത്തവർ ഒറ്റപ്പെടും എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടാകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഗവൺമെന്റിനൊപ്പം ഈ സംരംഭക വലിയൊരു പിന്തുണ വന്നപ്പോൾ സംഘടനകൾ അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 48 പരിപാടികളും അതിൽ 48ലും ഞങ്ങളെല്ലാവരും ഫിസിക്കലായി തന്നെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും 48ലും പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ പരിപാടികൾ ഒന്നുകിൽ CIA, ഫിക്കി, പിന്നെ ചെറിയ സംരംഭങ്ങൾ KSSIA, പിന്നെ ചിലരാണെങ്കിൽ അസോച്ചം ഇടയ്ക്ക് വന്നിരുന്നു, ട്രായ് വന്നിരുന്നു, ടൈ അവർ വന്നിരുന്നു, ക്രിഡ വന്നിരുന്നു. സെക്ടർ വൈസ് സംഘടനകളുണ്ട്, ഇലക്ട്രോണിക്സിന്റെ സംഘടന, അങ്ങനെ ചില മേഖലകളിലെ സംഘടനകളുണ്ട്. അവരുമായിട്ടൊരു യോഗം അടുത്ത ആഴ്ച തന്നെ ചേരും. ഇതിന്റെ നേരത്തെ അവരുമായി ആലോചിച്ചിട്ടാണ് പലതും പ്ലാൻ ചെയ്തിരുന്നത്. KSIDC ഡയറക്ട് ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിക്കൊരു ഭൂരിപക്ഷമുള്ള ഒരു പ്രൊഫഷണൽ ബോർഡായിട്ട് മാറിയത്. ശ്രീ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ശ്രീ ബാലഗോപാൽ, ശ്രീ VK മാത്യൂസ്, അതുപോലെ തന്നെ മായി മുഹമ്മദ്, അജു ജേക്കബ്, CJ ജോർജ്, ഇവരെല്ലാം ഇൻഡസ്ട്രിയാണ്. പിന്നെ ദീപ, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഈ പ്രൊഫഷണൽ ബോർഡ് എല്ലാ ആഴ്ചയും യോഗം ചേർന്നിരുന്നു. എല്ലാ ശനിയാഴ്ചയും അല്ലേ, എല്ലാ ശനിയാഴ്ചയും അവർ ഓൺലൈൻ മീറ്റിംഗ് കൂടിയിരുന്നു ഇതിനു വേണ്ടി. അപ്പൊ അവരും കൂടി വലിയ സംഭാവന അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർമാരാകെ മറ്റ് സംഘടനകൾ അവരുടെ യോഗം നമ്മൾ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഒന്ന് ചേരും. പിന്നെ അവർക്കിത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അവർക്ക് ഇനി എന്തെങ്കിലും പുതിയ പ്രപ്പോസലുകൾ ഉണ്ടോ, ആ കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ഇത് തീർന്നിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പുതിയ യാത്രയുടെ തുടക്കമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ അവിടെ വന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സംരംഭകൻ വളരെ പ്രശസ്തനാണ്, രാജമാണിക്യം, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, സെമി കണ്ടക്ടർ. അദ്ദേഹം ഇന്നും നാളെയും എല്ലാം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഈ തായ്വാൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ തായ്വാനീസ് കമ്പനികളും ഇവിടെയുണ്ട്. അവരിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. തായ്വാന്റെ പ്രത്യേകത, അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ടും ആശയവിനിമയം നടത്തി. ഞങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്, ചെറിയ ചെറിയ കമ്പനികളാണ് ഇലക്ട്രോണിക്സ് രംഗത്ത്. ഇത് വലിയ പൊട്ടൻഷ്യലാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ, ഹാർഡ്വെയർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി എത്രയുണ്ട്, അത് 2 ദിവസം കൊണ്ട് അവർ ഫിസിക്കലായിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ ഈ ഇയർ ഓഫ് എന്റർപ്രൈസസിന്റെ ഭാഗമായി ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്ത തുറവൂർ കമ്പനിയുണ്ട്. ഇവര് തന്നെ പോയി അത്ഭുതപ്പെട്ടു പോയി. PCB ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പൊ അങ്ങനെ കുറെ കമ്പനികളുണ്ട്. ഇപ്പോ ഇവിടെ തന്നെ കുറെ കാലമായിട്ടുള്ള OEN ഉണ്ട്, SFL ഉണ്ട്, പിന്നെ ചെറിയ കമ്പനികൾ. അതെല്ലാം സന്ദർശിച്ചിട്ട്
ഒരു പ്ലാൻ, ഒരു ഡിസൈൻ കൂടി നമുക്ക് വേണ്ടി വരും. അങ്ങനെ ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ അവരുമായിട്ട് അതിനുശേഷം ഞാൻ ഒന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം ഇന്നലെ തന്നെ സംസാരിച്ച് ഈ ആശയം പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഗുജറാത്തിൽ 3700 കോടിയുടെ മറ്റു സെമി കണ്ടക്ടർ കഴിഞ്ഞ ദിവസം ഒരു കമ്പനി കല്ലിടുകയുണ്ടായി. രമേശ് കണ്ണൻ, വളരെ വലിയൊരു കമ്പനിയാണ് അവിടെ കല്ലിട്ട്. അദ്ദേഹം ഇവിടെ നമുക്ക് 500 കോടിയുടെ ഒരു ഫ്ലെക്സിബിൾ PCB, അത് മാനുഫാക്ചറിംഗിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പെരുമ്പാവൂർ റയോൺസിന്റെ 60 ഏക്കർ 30 ഏക്കർ ഇപ്പോൾ നമ്മുടെയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് അടുത്ത ആഴ്ചയോടുകൂടി അത് ക്ലിയർ ആകും. അപ്പോൾ അവിടെയാണ് ആ ലാൻഡ് ഇപ്പോൾ പ്രാഥമികമായി അവർ കണ്ടിട്ടുള്ളത്. ഒരു ഇലക്ട്രോണിക്സ് ക്ലസ്റ്ററായിട്ട് വികസിപ്പിക്കാനാണ് സർക്കാരും നേരത്തെ കണ്ടിരുന്നത്. അപ്പോൾ അവിടെ തന്നെ വലിയൊരു TV കമ്പനിയും ഇന്ത്യൻ മെയ്ഡ് അവിടെ തന്നെ. അപ്പോൾ ഇലക്ട്രോണിക്സിന് വേണ്ടി ആ പൂർണ്ണമായിട്ട് 30 ഏക്കർ ഇപ്പോൾ തന്നെ ഈ സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇത് കൂടാതെ തിരുവനന്തപുരത്ത് അവർ മറ്റൊരു സംവിധാനം കൂടി ISROയുമായി ചേർന്ന് ക്രെയിൻസ് എന്ന് പറയുന്ന ഈ കമ്പനി അവർ ആലോചിക്കുന്നുണ്ട്. ടാറ്റ ഒരു പ്രധാനപ്പെട്ട ടാറ്റയുടെ ചില ആവശ്യങ്ങളെ ബന്ധപ്പെട്ട MS കുറച്ച് കമ്പനികളുണ്ട്. അവർക്ക് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ അതിന് ഞങ്ങൾ അവിടെ പോയപ്പോൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ ആ കമ്പനികളുമായിട്ട് ടാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് വേണ്ട പ്രൊഡക്ഷൻ ഇവിടെ നിന്നുണ്ടാവുക. അപ്പൊ ആ പ്രൊഡക്ഷനിൽ ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ, ടെക്നോളജി അഡ്വാൻസ്മെന്റ് വേണോ, മറ്റു കാര്യങ്ങളിൽ ടാറ്റ നൽകാൻ കഴിയുമോ, ആ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വന്നില്ലെങ്കിലും ഷിപ്പ്യാർഡും ബന്ധപ്പെട്ട വളരെ വലിയൊരു പ്രൊജക്ട്, അത് പോർട്ടിന്റെ ഭൂമിയും ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭൂമിയും ഉപയോഗിച്ചുകൊണ്ട് പ്രൊജക്ടിനെ കുറിച്ചുള്ള പ്രപ്പോസലും വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ശ്രീ ഗഡ്കരി പ്രഖ്യാപിച്ച് കൂടാതെ അദ്ദേഹത്തിന് മറ്റൊരു പ്രപ്പോസലുണ്ട്. ഹൈവേയുമായി ചേർന്ന് ലോജിസ്റ്റിക് പാർക്ക് വികസിപ്പിക്കാം. അത് ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ആശയമാണ്. ഭൂമി ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇക്വിറ്റി ആക്കുക, ഡെവലപ്മെന്റ് അവർ നിർവഹിക്കുക എന്നൊരു ആശയം വച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞങ്ങൾ ഈ പറഞ്ഞ 1 ലക്ഷത്തിന് മുകളിലുള്ള ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നല്ല ഒരു മാറ്റത്തിൻ്റെതായ ലക്ഷണം കാണുന്നുണ്ട്. അത് സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ട്രേഡ് യൂണിയനുകളും അവരും പങ്കെടുത്തിരുന്നു. അവരുടെ നല്ല പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞു, ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് ഏത് വന്നു, ഓരോ കമ്പനി ചിലപ്പോൾ ഇതിലൊക്കെ ചില ഏതെങ്കിലും പ്രശ്നമുള്ള കമ്പനിയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം. അതൊക്കെ നമ്മൾ ഈ പരിശോധന കഴിഞ്ഞിട്ട് അറിയുള്ളൂ. നടത്താൻ കഴിയുന്ന എല്ലാ വ്യവസായങ്ങൾക്കും നമ്മൾ പിന്തുണ നൽകും. നിയമവും ചട്ടവും ഓരോരുത്തരുടെയും ആത്മനിഷ്ഠമായി ഇത് വേണ്ട അത് വേണ്ട എന്നുള്ളതല്ല. സംസ്ഥാനത്ത് നിയമമുള്ള ചട്ടമുള്ള എല്ലാം. ഇനി പ്രായോഗികമോ തെറ്റായ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടാൽ അതിലും ആവശ്യമായ മാറ്റം വരുത്തും. ഇൻഡസ്ട്രിയൽ പോളിസിയിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കും. പിന്നെ കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. സംരംഭം EOE വന്നു, ഇത് പരിശോധന കഴിയും, അതിന് MOUയിലേക്ക് വരണം, നിക്ഷേപം, അതിനാവശ്യമായ ഘട്ടങ്ങൾ ഉണ്ടാകും. ഓരോ ഘട്ടങ്ങളിലും കഴിയാവുന്നത്ര വിവരങ്ങൾ ഞങ്ങൾ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാം. പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 2 ആഴ്ചയിലൊരിക്കൽ ഇതിന്റെ റിവ്യൂ നടത്തും. മാസത്തിലൊരിക്കൽ എന്റെ നേതൃത്വം. പൊതുവായ കാര്യങ്ങൾ നേരത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച പോലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനവും പൊതുവായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുള്ള ഒരു റിവ്യൂ നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നടത്തും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു മാറ്റത്തിന്റെ ഒരു ഘട്ടമായി നമുക്ക് ഇതിനെ കാണാം. അതിനുള്ള ഇപ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണ ഇനിയും ക്രിയാത്മകമായി തന്നെ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ചക്കുള്ള ഒരു ക്രമീകരണത്തിന് ശേഷം ഇത് പൂർണ്ണമാകും. അപ്പൊ ഗവൺമെന്റ് മൊത്തത്തിലുള്ളത് ഒഫീഷ്യലായി തന്നെ നമുക്ക് ലിസ്റ്റ് തന്നെ പ്രസിദ്ധപ്പെടുത്താം. ഇനിയിപ്പോ നാളെ മുതൽ അതിനുവേണ്ടി അധികം സമയം കളയണ്ട, ഞങ്ങൾ തന്നെ പ്രസിദ്ധപ്പെടുത്താം. വേറെ ഓരോരുത്തരോടും പോയി ചോദിച്ചിട്ട് ഇങ്ങനെയാണോ അങ്ങനെയാണോ ചോദിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നമ്മൾ പ്രസിദ്ധപ്പെടുത്താം. ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ഏതാണെന്നുള്ളതും ലിസ്റ്റ് പൂർണ്ണമായിട്ടും പ്രസിദ്ധപ്പെടുത്തും. EOE ആയിരിക്കും. ഇത് താല്പര്യപത്രമാണ്. എന്നുവെച്ചാൽ ഒരു സംരംഭകൻ കേരളത്തിൽ ഇത്ര കോടി മുടക്കി സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് ഇതിന്റെ ചുരുക്കം. അതിൽ നിയമപരമാണോ, ചട്ടത്തിനനുസൃതമാണോ, ആ ഭൂമി ശരിയാണോ, ഇവിടെ തന്നെ ഉപയോഗിക്കാമാണോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കും. ഗവൺമെന്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ
MOUകളൊന്നും ആവശ്യമാണെങ്കിൽ MOU ഇരിക്കും വരും, അല്ലെങ്കിൽ നേരിട്ട് ലൈസൻസിലേക്ക് പോകും. നമ്മുടെ ഒരു ബ്യൂറോ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കണം എന്നൊരു നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ഇത് പലതും ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ പലതും സമൂഹത്തിൽ വേണ്ട എത്ര പ്രശ്നമുണ്ട്. ഇപ്പോൾ പരാതി വന്നാൽ ഉടൻ ചാനലിൽ പോകണ്ട, മന്ത്രിയെ കാണണ്ട. സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം ഉണ്ട്. അതിലേക്ക് പരാതി അപ്ലോഡ് ചെയ്താൽ മതി. ഏത് വകുപ്പിന്റെ ആണെങ്കിലും 30 ദിവസത്തിനകം അവർ തീരുമാനം എടുത്തിരിക്കണം. മാൻഡേറ്ററി ആണ്, നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി. ആ തീരുമാനം ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും 15 ദിവസത്തിന് നടപ്പിലാക്കിയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ ഈ ബ്യൂറോ കുറെ കൂടി കാര്യക്ഷമമാക്കണം. ഇത് അങ്ങോട്ട് ത്രൂവാക്കാനും അത് ഇതിന്റെ നോഡൽ ഓഫീസർ പ്രത്യേകം ശ്രദ്ധിച്ച് അത്തരം കാര്യങ്ങൾ അങ്ങോട്ട് ത്രൂവാക്കാനും കഴിയും. UDF കാലഘട്ടത്തിൽ ജിം, എമർജിംഗ് കേരള പോലുള്ള നിക്ഷേപ സംഘടനകൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയ ഒരു സമയമാണ്. അപ്പൊ അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് കേരള എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത, എന്താണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്? പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. നമ്മളിപ്പോ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോ പത്മഭൂഷൺ ശ്രീ നമ്മുടെ ഭാരത് ബയോടെക്കിന്റെ കൃഷ്ണായട പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം ജീവിതത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംവിധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിപ്ലോമാറ്റ്സ് അവരെല്ലാം, അതുപോലെ കൺട്രി ഓരോ ഞാൻ പറഞ്ഞു 20 രാജ്യങ്ങളിൽ നിന്ന് വന്ന ഡിപ്ലോമാറ്റ്സ് എല്ലാവരും, പിന്നെ നമ്മുടെ മന്ത്രിമാർ, UAE മന്ത്രി, അവരെല്ലാവരും വളരെ നല്ല രീതിയിലാണ്. കേന്ദ്രമന്ത്രിമാരും വളരെ അഭിനന്ദനാർഹമാണെന്നാണ് പറഞ്ഞു. അതിനുശേഷം അവർ എത്തിയതിനു ശേഷവും അത്തരം കാര്യങ്ങൾ ഞങ്ങളോട് കൈമാറുകയുണ്ടായി. അപ്പൊ നമ്മളിനിയിപ്പോ ഓരോന്നും കഴിഞ്ഞ അന്നെന്തായിരുന്നു ഇന്നെങ്ങനെയായിരുന്നു എന്നല്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റേതായ ഒരു യോജിപ്പോടുകൂടി മാറി നിൽക്കാൻ ഇനി ആർക്കും പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. അതാണ് പ്രധാനം. അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചെറുപ്പത്തിന് ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ അതിലൊന്നും വലിയ താല്പര്യം. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ ഈ പത്രസമ്മേളനം നടത്തുന്നത് എല്ലാവരും കാണുന്നുണ്ടെന്നായിരിക്കും. വലിയൊരു ഭൂരിപക്ഷം ഇതൊന്നും നോക്കുന്നില്ല. ഇപ്പോ പത്രം കാണുന്നില്ല. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത്, വെറുതെ നമ്മുടെ ഒരു ചെറുപ്പക്കാരനല്ലേ എന്ന് കരുതി സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ പോയി അവിടെ കാണുകയൊക്കെ ചെയ്തതാണ്. ഒരു പോഡ്കാസ്റ്റ് വിടുന്നുണ്ട്, ഒരു 1.5 മണിക്കൂർ പോയി. ഞാൻ നോക്കുമ്പോൾ അത് 1 ലക്ഷം പേര് കൂടുതൽ കണ്ടു. ഇതൊന്നും വേറൊരു മീഡിയയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ, പ്രശ്നങ്ങളൊന്നും അവർ ശ്രദ്ധയിലേ പെടുന്നില്ല. അവര് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞ ഒപ്പം ഇത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ ചോദ്യം കേരളത്തിൽ ഉയർന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്കുള്ള അംഗീകാരം മാത്രമല്ല, ഇത് നാടിനാകെയുള്ള അംഗീകാരമാണ്. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നാടിന്റെ ആകെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും പറഞ്ഞിട്ടുള്ള ആ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് ഈ പ്രശ്നം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒന്നിച്ചു വന്നിരിക്കുന്നു. അപ്പൊ നമ്മളിനിയിപ്പോ പഴയ രേഖകളൊന്നും നോക്കാതെ തന്നെ ഇപ്പോഴത്തെ ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ഉചിതം. ഞാനത് 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ പറയാം. കാരണം നമുക്കിപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിരിക്കണല്ലോ. നമ്മുടെ ഒരു ഇവാലുവേഷൻ നടത്തും. നേരത്തെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന കൺവേർഷൻ റേറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റിയലിസ്റ്റിക് ആയിരിക്കണം. റിയലിസ്റ്റിക് ആകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ റിയലിസ്റ്റിക് ആക്കി ഒരു 1ലേക്കാണ് ഞങ്ങൾ വയ്ക്കാന്നാണ്. പിന്നങ്ങ് വല്ലാതെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ നോക്കിയിട്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ നമ്മുടെ അതെല്ലാം ഒരു പ്രാഥമികമായൊരു പരിശോധന നടത്തിയിട്ട് ഇപ്പൊ ചിലര് വന്നിട്ടുണ്ട്, ഞാൻ ഇതിങ്ങനെ ഫണ്ടൊക്കെ സമാഹരിച്ചിട്ട് കൊണ്ടുവരാം. പക്ഷെ അവർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ചിലപ്പോൾ ലിസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സെർച്ച് അപ്പൊ പിന്നീടാകാം, നിങ്ങൾ നന്നായിട്ട് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് നല്ല വർത്തമാനം പറഞ്ഞ് അവരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷെ വന്നതിൽ തന്നെ ഒരു ഇത് നടത്തി ഞാൻ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും അത് കൃത്യമായിട്ട് പറയാം. ഒരു പരമാവധി ഇത്ര ശതമാനം പരമാവധി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സ്ട്രക്ചേർഡ് മെക്കാനിസം ഉണ്ടാവും. അതിന് റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരും ഫിക്സ് ചെയ്യുന്നുണ്ട്. ടൈം ബോണ്ട് പ്രോഗ്രാം ആയിരിക്കും. അത് വളരെ ട്രാൻസ്പെറന്റ് ആയി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് പറ്റുന്ന അറ്റ്മോസ്ഫിയർ നിങ്ങൾ കൂടി ഒരുക്കണം. അത് ഞാൻ പറഞ്ഞു, അത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ചിലപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ വരുന്നു, ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത വന്നു,
അപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിങ്ങൾ നോക്കിയാൽ ഡിസംബറിലാണ് വലിയ വിൻഡ് ഫാക്ടറിയിൽ തൊഴിലാളികൾ റിക്രൂട്ട് ചെയ്യുന്ന തർക്കമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ചെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടിച്ചു കൊന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സുനി ചെറിയ വാർത്ത ഉണ്ടായി അവിടെ. ഞാൻ തന്നെ ദാവോസിൽ വെച്ചിട്ട് ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്റെ തടഞ്ഞു വെച്ചാൽ തന്നെ ഇപ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നം നിങ്ങൾ ലോക്കൽ ന്യൂസിന് സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് മാറ്റുക. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സംരംഭകൻ തോന്നുമോ ഇതിപ്പോ വിവാദമാകാൻ ഇടയുണ്ടല്ലോ, അപ്പൊ വേറെ ആളവിടെ റെഡിയായി നിൽക്കണം കട തുറന്നിട്ട്, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തേക്ക്. എല്ലാ സ്റ്റേറ്റും മത്സരത്തിലല്ലേ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിനോട് താല്പര്യത്തോടു കൂടി ഞങ്ങൾ ബോധപൂർവ്വം എന്തെങ്കിലും കുഴപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായി വീഴ്ചയുണ്ടോ, ബോധപൂർവമായ കുറവുണ്ടോ, അത് നിങ്ങൾ പറഞ്ഞോ. ഈ കാര്യത്തിലെങ്കിലും വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തി മാത്രം നിങ്ങൾ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയുന്നു 60% മുകളിൽ കൺവേർഷൻ റേറ്റ് ഉണ്ട്. നിങ്ങൾ പൂർത്തീകരിച്ചില്ല. നിങ്ങൾ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്താതെ അനാവശ്യ വിവാദങ്ങൾ റേറ്റിംഗിനോ അല്ലെങ്കിൽ മറ്റേ ABC റിപ്പോർട്ടിംഗ് ഇതിനു വേണ്ടിയോ മാത്രം ഉപയോഗിക്കാതിരുന്നാൽ ഞാൻ പറയുന്നു നല്ല രീതിയിൽ നമുക്ക് ഒന്നിച്ച് ഇതേ അവസ്ഥയിൽ പോയാൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോ നിയമസഭ രേഖ നോക്കിയാൽ മതി. ഇപ്പൊ എന്നെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. നിയമസഭയിൽ നിങ്ങൾ വെറുതെ സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഞാൻ തന്നെ കുറെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഇതിനു മുൻപ് നടന്ന ഇൻവെസ്റ്റ് സമ്മിറ്റുകളുടെ എന്താണ് അനുഭവം, എന്തായിരുന്നു കുറവ്, എന്താണ് പ്ലസ്, ഇന്ത്യയിൽ ഇതിനു മുൻപ് നടന്ന ഇൻവെസ്റ്റ് സമ്മിറ്റുകളുടെ പൊതു സ്വഭാവം എന്താണ്. ഇപ്പൊ നിങ്ങൾ പ്രിന്റിൽ ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിക്കോളൂ. ഇൻവെസ്റ്റ് സമ്മിറ്റുകളുടെ കൺവേർഷൻ റേറ്റ് എങ്ങനെ 10% 15% നിൽക്കുന്നു. ചില സ്റ്റേറ്റിൽ ഇത് കഴിയുമ്പോൾ GDP-യേക്കാൾ ഉയർന്നത് എങ്ങനെ പറയുന്നു. ഇങ്ങനെയുള്ള പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതെല്ലാം നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും 48 പരിപാടികൾ നടത്തി ഒരു 3 വർഷത്തെ പ്ലാനിങ്ങോടുകൂടി മറ്റൊരു സമ്മിറ്റും നടന്നിട്ടുണ്ടാവില്ല. ഇപ്പോ ഇതേപോലെ പിറ്റേ ദിവസം തന്നെ ഒരു സ്ട്രക്ചേർഡ് മെക്കാനിസം നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ശ്രമിക്കുകയാണ്. ക്യാബിനറ്റ് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംവിധാനം തീരുമാനിച്ചു. ക്യാബിനറ്റിന് തീരുമാനിച്ചു ഇങ്ങനെ സംവിധാനം വേണം ഇത് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് വെച്ച് പരമാവധി നമ്മൾ കൺവേർഷനിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കിൻഫ്രയുടെ ഭാഗമായി തന്നെ ഒരു അമ്പലമേട് ഒരു ഭാഗം 30 ഏക്കറോളം ആണ് ഇപ്പോൾ നോക്കുന്നത്. അത് സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു അലോട്ട്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവും. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കീമുകളുണ്ട്. പിന്നെ ഈ പദ്ധതികളിലെല്ലാം നമ്മളിപ്പോൾ കിൻഫ്ര KSITC പാർക്കിലാണെങ്കിൽ വലിയ നിക്ഷേപങ്ങൾക്ക് 10% ലീസ് അടച്ചാൽ മതി. ഇല്ല, മുഴുവനായില്ല 10% ലീസ് അടച്ചാൽ മതി. 2 വർഷം മൊറട്ടോറിയം ആയിരിക്കും. മൊത്തം ലീസ് എമൗണ്ട് അടച്ചാൽ മതി. 50 കോടിക്കും 100 കോടിക്കും ഇടയിലാണെങ്കിൽ 20% മാത്രം അടച്ചാൽ മതി. 2 വർഷം മൊറട്ടോറിയം ആയിരിക്കും. 5 വർഷം കൊണ്ട് മൊത്തം പ്രീമിയം അടച്ചാൽ മതി. 50 കോടിക്ക് താഴെയാണെങ്കിൽ 20% ഫസ്റ്റ് ഇയർ അടച്ചാൽ മതി. പിന്നെ 5 ഇൻസ്റ്റാൾമെന്റ് കൂടി പൂർണ്ണമായിട്ട് അടയ്ക്കണം. അത് ഇതിനു കൂടി ബാധകമായിരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീനിങ് ഒക്കെ അതിനകത്തില്ല. നമ്മൾ ഇൻഫർമേഷൻ മാത്രമായിരിക്കും, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ മാത്രമായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഭൂമി വ്യവസായ ആവശ്യത്തിന് വിനിയോഗിക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയിക്കാം. അപ്പൊ വെച്ചാൽ ചിലപ്പോൾ ഇടനിലക്കാർ പല രീതിയിലൊക്കെ വില കൂടുമല്ലോ, അതൊക്കെ ഇല്ല ഒഴിവാക്കാനായിട്ട് അറിയിക്കാം. അവർക്ക് താല്പര്യം അവർക്ക് നോക്കാം. അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ല. ഓൺലി ഇൻഫർമേഷൻ. ആ ലാൻഡ് എന്താണ്, വില എന്താണ്, സ്വഭാവം എന്താണ്, ഒന്നും ഗവൺമെന്റ് ഉണ്ടാവില്ല. അത് സംബന്ധിച്ച് ഒരു ഓൺലി എ പ്ലാറ്റ്ഫോം ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ്, അത്രേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വവും ഗവൺമെന്റ് ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്ലാന്റേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭൂമിയുടെ കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ
അതും ഈ ഒരു സൈറ്റ് അവയിലായിരിക്കും. ഇല്ല, പ്ലാന്റേഷൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്ലാന്റേഷൻ നേരത്തെ തന്നെ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ 5% മറ്റ് വിളകൾക്ക് ഉപയോഗിക്കാം. ഈ 5%ന്റെ 10% ടൂറിസത്തിന് വിനിയോഗിക്കാമെന്ന് ഉത്തരവും നേരത്തെ ഉണ്ട്. ഞങ്ങളൊന്നല്ല, നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ IIM ഒരു വിശദമായ സ്റ്റഡി നടത്തി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോ കൺസേൺ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ ആയി ചർച്ച ചെയ്തു. അതിൽ 10 വർഷത്തിൽ കൂടുതൽ ലൈഫുള്ള എല്ലാ വൃക്ഷങ്ങളും പ്ലാന്റേഷനെ നിർവചനത്തിൽപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ റംബൂട്ടാൻ അല്ലെങ്കിൽ അവക്കോട ഇങ്ങനെയുള്ള പുതിയ പുതിയ ഫ്രൂട്ട്സിന് വലിയ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്റെ ഭാഗമായി. അപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ നിയമത്തിൽ തന്നെ കണക്റ്റഡ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഉപയോഗിക്കാമെന്ന് നിയമത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ഉപയോഗിക്കാം. അത് ആ റിപ്പോർട്ടിനകത്തുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില നിയമ ഭേദഗതികൾ വേണ്ടി വരും. അതിനു മുൻപ് ഒരു പോളിസി കൺസെൻസസ് ഉണ്ടാക്കേണ്ടതുണ്ട്. പരിപാടികൾ നടത്തിയത് ഇതിന്റെ വിജയത്തെ തുടർന്ന് ഇതുപോലുള്ള റോഡ് ഷോ ചെയ്യാൻ പ്ലാനുണ്ടോ? അല്ല, നമ്മളിപ്പോ ഒരു ബ്രീത്തിങ് വേണ്ട നോക്കി ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരായിട്ടൊന്ന് ഇരിക്കുന്നുണ്ട് ഈ സംഘടനകളായിട്ട്. അപ്പൊ ഇതിനകത്ത് ഒരു നന്നായി ക്യാമ്പിലിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും റോഷൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ, അത് ഞങ്ങൾ നോക്കാം ഏതെല്ലാം രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോവാം. ഇതിന് ആവശ്യമാണ് ചില സെക്ടർ വൈസ് മീറ്റിംഗിന്റെ ആവശ്യമാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ രാജമാണിക്യത്തിന്റെ ഈ സി ബാലഗോപാൽ അദ്ദേഹം കൂടിയാണ് KSIT ചെയർമാൻ കൂടി മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഇലക്ട്രോണിക്സിൽ വലിയൊരു പൊട്ടൻഷ്യൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ, IT അല്ല, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു യോഗം വേണോ? അപ്പോൾ അത് മാത്രമായിട്ട് സെക്ടർ നമുക്ക് വിളിക്കാം. അതിലൊന്നും കുഴപ്പമില്ല. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. ഇലക്ട്രോണിക്സ് ഉണ്ട്, മെഡിക്കൽ ഡിവൈസ് ഉണ്ട്, ലോജിസ്റ്റിക് ഉണ്ട്, നല്ല പ്രൊപ്പോസൽ. അത് ക്ലാസിഫിക്കേഷൻ 7 സെക്ടറായി തിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ കോട്ടയം ഒരു പരിപാടി ഇങ്ങനെ എത്തിയുള്ളൂ. ഞങ്ങളതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ ഇവിടെ അന്നതിന് ശേഷം ഇരുന്നത്. ബാക്കി നമുക്ക് ക്രമീകരിച്ചതിന് ശേഷം പറയാം ഏതെല്ലാം സെക്ടറാണ്, എന്തൊക്കെയാണ്. ഗവൺമെന്റിന്റെ തന്നെ CM ലെവലിൽ തന്നെ നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൊത്തം. കാരണം ആമ്പല്ലൂർ നമ്മൾ നോക്കിയിട്ട് ആ ലാൻഡ് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. CRZ ഉണ്ട്, രാംസാർ ഉണ്ട്. അതുകൊണ്ട് ലാൻഡ് ഒരു കമ്മിറ്റിയും ഉപയോഗിച്ചു. ഇപ്പൊ എടുത്ത ലാൻഡ് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. നമ്മുടെ ഈ ലാൻഡ് അക്വിസിഷന്റെ ഒരു പരിമിതി, ആ ലാൻഡിനെ കുറിച്ചുള്ള പൂർണ്ണമായി ചെയ്തപ്പോൾ ഈ കിൻഫ്രയുടെ തന്നെ പുഴയ്ക്കൽ പാടം എന്നെടുത്ത 96 നമുക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുന്നില്ല. 96 ഇപ്പോഴാണ്. ഞാൻ അപ്പുറത്ത് സ്വകാര്യതൊക്കെ കൺവേർട്ട് ചെയ്തു, പക്ഷെ ഇതിന്റെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ കൺവേർഷൻ നടന്നു, അലോട്ട് ചെയ്ത് തുടങ്ങി അല്ലേ. 10 ഏക്കറുകൾ ഇപ്പോൾ അലോട്ട്മെന്റ് കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ നമുക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. CRZ മാറിയാലും ചെയ്യാൻ പറ്റില്ല. രാംസാർ ഉണ്ട് ഈ വേമ്പനാട്ട് കായലായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അതിന് പറ്റുന്ന ഇലക്ട്രോണിക് സാധ്യത വരുമ്പോൾ അവരിപ്പോൾ 30 ഏക്കർ നമ്മൾ ആദ്യമായിട്ട് ഇലക്ട്രോണിക്സിലേക്കാണ് നോക്കുമ്പോൾ. കാരണം അവിടെ മറ്റ് പൊല്യൂഷൻ ഉള്ളതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. തൈവാനിസിന് ഇപ്പോൾ അവിടെ സ്ഥലം ഇനി ബാക്കി കിട്ടണം. ഇപ്പൊ തന്നെ എന്റെ സ്ഥലം ഏകദേശം ഡിമാൻഡായി. ഒന്ന് ഫ്ലെക്സിബിൾ PCB, ഇന്ത്യൻ മെയ്ഡ് TV, 2 ഇതാണ് നിൽക്കുന്നത്. ഫൈനലായിട്ടില്ല, അതാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഇവർക്ക് വേണമെങ്കിൽ അത് ചെറിയ ചെറിയ വ്യവസായങ്ങളുടെ നെറ്റ്വർക്കിംഗ് ആണ് ഈ തൈവാൻ മോഡൽ എന്ന് ശ്രീ രാജമാണിക്യം പറയുന്നതും. ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ്. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ ചില സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ വേണ്ടി വരും. പിന്നെ ഇലക്ട്രോണിക്സ് ഡിസൈനിന്റെ ഒരു സംവിധാനം നമ്മൾ ഒരുക്കേണ്ടി വരും. അത് നമ്മൾ ഇവരും ചേർന്ന് ഒരുക്കാൻ പറ്റുമോ, ഗവൺമെന്റും പ്രൈവറ്റും ചേർന്ന് ഒരുക്കാൻ പറ്റുമോ, അത്തരം കാര്യങ്ങൾ നോക്കണം. എന്തായാലും ആ ലാൻഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ കഴിയും. നമ്മൾ അത്രേ ഉള്ളൂ. അത് രവിപിള്ള ഗ്രൂപ്പല്ലേ? അതെ, അത് 4000 കോടി 2 പദ്ധതിയായിട്ടാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ എക്സിബിഷൻ കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓരോ മേഖലയിലുമുള്ള എക്സിബിഷനിൽ നമ്മുടെ പങ്കാളിത്തം, അർബ് ഹെൽത്ത്, അതുപോലെ തന്നെ മെഡിക്ക, ജർമ്മനിയിലുള്ളത്, വെഫ്, ഗൾഫ് ഫുഡ്, ഇതെല്ലാം തന്നെ നമ്മൾ പങ്കെടുക്കും. വേറൊരു അഭിപ്രായം വന്നിട്ടുണ്ട്, ഇതേപോലെ നമുക്ക് ഒരു ഇന്റർനാഷണൽ തലത്തിൽ കേരളത്തിലൊന്ന് നടത്താൻ പറ്റുമോ?
അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയോ, ഇപ്പോൾ അതിലാണല്ലോ നമ്മൾ കേംബ്രിഡ്ജ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ ഏതെങ്കിലും ഒന്ന് സ്റ്റാർട്ടപ്പൊക്കെ നടത്തുന്ന പോലെ തന്നെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. അപ്പോൾ ആളുടെ ഇങ്ങോട്ടും കൊണ്ടുവന്നൂടെ എന്നൊരു കാര്യവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ.